എന്തേടാ ക്ലീറ്റ മച്ചമ്പി ഇങ്ങോട്ട് വന്നോ? ഇല്ല ക്ലീറ്റ മച്ചമ്പി നിങ്ങളുടെ അങ്ങോട്ടല്ലേ വന്നേക്കണേ? വന്നില്ലേ? ഇല്ല. വിളിക്കാനും ചെയ്തോ? എന്തേ ഇപ്പൊ എവിടെ പോയി കിടക്കുന്നു ഇങ്ങേര്? എന്തേന്നേ? എന്തുപറ്റി? ഇന്ന് സമ്മേളനത്തിനാകെ പ്രശ്നമായി പോയി. സമ്മേളനത്തിന് എന്താ പ്രശ്നം? അടിയുണ്ടായോ? അടിയൊന്നും അല്ലെന്നേ, മറ്റേ ആ മുതിർന്ന നേതാവ് ഉണ്ടല്ലോ, ഗംഗാര സാറ്, ഈ DDTയുടെ മുതിർന്ന നേതാവ്, അങ്ങേര് ഇന്ന് വേദി വെച്ചിട്ട് ക്ലീറ്റോ മച്ചമ്പോട് വലിയ 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 ചതിയായി. ഓ, അങ്ങേര് വയ്യാതെ നടക്കുന്ന ആമുഖ പ്രസംഗം ക്ലീറ്റോ മച്ചമ്പി ചെയ്യാനായിരുന്നല്ലോ പ്ലാൻ. അങ്ങേര് എഴുതി കൊടുത്ത പ്രസംഗമാണല്ലോ ക്ലീറ്റോ മച്ചമ്പി കാണാതെ പഠിച്ചത്. അവിടെ ചെന്നപ്പോ മൈതാനം നിറച്ച് ഭയങ്കര ആളും എല്ലാ ചാനലുകാരും കവർ ചെയ്യാറുണ്ടായിരുന്നു. നല്ലതല്ലേ? അപ്പൊ മേൽക്കടത്തിന്റെ സൂസമ്മ പൊന്നൂസിന്റെ മോളായിരുന്നു അവതാരം. അപ്പൊ അവള് മൈക്കെടുത്തിട്ട് പറഞ്ഞു അടുത്തതായി ആമുഖ പ്രസംഗത്തിനായി നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ക്ലീറ്റോ മച്ചമ്പി വേദിയിലേക്ക് വിളിക്കുന്നു പറഞ്ഞ് അനൗൺസ് ചെയ്തു. മച്ചമ്പി ഇതെല്ലാം കുത്തിയിട്ട് സ്റ്റേജിലോട്ട് കയറാൻ നേരം ദേടാ ഗംഗാര സാർ ഹോസ്പിറ്റലിൽ കിടന്നാളൊരു കാറിനകത്ത് അവിടെ വന്നു. അയ്യോ, എന്നിട്ട് അങ്ങനെ വന്ന് സ്റ്റേജിൽ കയറിപ്പോ മുതിർന്ന നേതാവില്ലയോ, അപ്പൊ കൊണ്ട് സാറ് മനം മറിച്ചു. ആ കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു ആമുഖ പ്രസംഗം ഗംഗാര സാറിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ പറഞ്ഞു. കൊച്ചു വീണ്ടും അനൗൺസ് ചെയ്തു. അങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രസംഗം അങ്ങോട്ട് വെച്ചു. മച്ചമ്പി അവിടെ വിഷമിച്ച് നിൽക്കുന്ന ഞാൻ കണ്ടതാ. പ്രസംഗം എന്ന് പറഞ്ഞാൽ വൈറലായി കിടന്ന ആള് വൈറലായിട്ടൊരു പ്രസംഗം വെച്ചു. ഭയങ്കര കൈയടി, ഞാനും ബസ്സിലടിച്ചു. പ്രസംഗം കഴിഞ്ഞ് നോക്കുമ്പോ അവിടെ കാണുന്നില്ല. നായരേട്ടന്റെ കടയിലെങ്ങാനും ഇരിക്കുമായിരിക്കുന്നു. പക്ഷെ അവിടെ എങ്ങുമില്ല. ഫോണിൽ വിളിച്ചു നോക്കി എടുത്തില്ല. അൻസാറുമ്പർ വിളിച്ചിട്ട് എന്നിട്ട് സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു മനോവിഷമം നേരം ഇങ്ങോട്ട് വന്നതായിരിക്കും. ഇങ്ങോട്ട് വന്നില്ല. നീ വിളിച്ചെന്ന് പറയണ്ടത് ഭയങ്കര ഇതായിപ്പോയി. ഭയങ്കര ആഗ്രഹിച്ചിരുന്നതാണ്. 2 ദിവസം പഠിച്ചതാണ്. കാണാതെ പഠിച്ചു. അവിടെ വെച്ചിട്ട് എന്നെ ആൽത്തറമൂട്ടി കൊണ്ടുപോയിട്ട് കാണാതെ പച്ചവെള്ളം പിടിച്ചപ്പോ എനിക്ക് സന്തോഷമായി. ഇത് ഹിറ്റാവുന്ന എനിക്കറിയാം. ഒന്നും കൂടി വിളിച്ചു നോക്കിയടാ. ഇങ്ങനെ തന്നെയാണ്. പാവം പിടിച്ച മനുഷ്യൻ. ഞാൻ അവിടെ അല്ല നോക്കട്ടെ. ഞാൻ സാധാരണ അവിടെ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ശീലമാണല്ലോ. അതല്ലേ ഞാൻ ഓടി വന്നേ. അവിടെ നിന്ന് എന്തെങ്കിലും അറിയാവുന്ന അൻസാർ മുമ്പ് വിളിച്ച് പറയാന്ന് വന്നിട്ടുണ്ട്. പക്ഷെ മനസ്സ് വിഷമിച്ചു കേട്ടോ. ഞാൻ കണ്ടു മാധവിയിൽ പിള്ളേർ നഷ്ടപ്പെട്ട കഥ പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. എന്റെ ക്ലീറ്റോ എന്തിയേ? ക്ലീറ്റോ വെച്ചപ്പോഴായിരിക്കുന്നത്. ഇതെപ്പോ വന്ന്? ക്ലീറ്റോ ക്ലീറ്റോ എന്തേ? അതും പ്രസംഗിക്കാൻ പറ്റിയില്ലേ? പോട്ടെ. പരീക്ഷയ്ക്ക് പോലും എന്റെ ക്ലീറ്റോ ചേട്ടൻ ഇത്രയും പഠിച്ചിട്ടില്ലായിരുന്നു. നല്ല ഒന്നാന്തരം പ്രസംഗമായിരുന്നു. ക്ലീറ്റോ ചേട്ടന്റെ സൂപ്പർ പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞാൽ കുടങ്ങാവിൽ കുറെ ആൾക്കാരെ കൊണ്ടുവന്നായിരുന്നു. ഇതിനൊക്കെ ഇത്രയും ബിൽഡപ്പ് കൊടുക്കേണ്ട കാര്യം എന്താണ്? അളി, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ചെറിയ കാര്യങ്ങളെ ചെറുതായിട്ട് കാണും. നീ അന്തസ്സായിട്ട് അവിടെ തന്നെ നിൽക്കണമായിരുന്നു. ഓഹോ, അപ്പൊ ഞാൻ അവിടെ നിന്ന് നാണം കണ്ടതാണ് നീ പറഞ്ഞു പറഞ്ഞത് അല്ലടാ. ചെറിയ കാര്യം, നിനക്കിത് ചെറിയ കാര്യമായിരിക്കും. ഞാൻ നിന്നെ പോലെ ഒരു തുക്കട പോലീസുകാരനല്ല. ഞാൻ 10 ആളറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. എന്റെ പ്രസംഗം കേൾക്കാൻ പല താലൂക്കിൽ നിന്ന് ആൾക്കാർ അവിടെ വന്നു. അവരെയൊക്കെ മുമ്പിൽ ഞാൻ നാണം കെട്ട് അവിടെ നിൽക്കണതല്ലടാ നീ പറയണത്. അത് എന്നെ കിട്ടൂല. നീ വേറെ ആരെങ്കിലും നോക്കണം. എന്താടാ നിനക്കെന്ത്? ചുമ്മാ ചുമ്മാ